എന്തെങ്കിലും വിചിത്രമായ ന്യൂജൻ ജോലികൾ പറഞ്ഞുതരുമോ? വിചിത്രമായ ന്യൂജൻ ജോലി എന്ന് പറയുമ്പോൾ കുറേ ജോലികളുണ്ട് ഇപ്പോൾ ന്യൂജൻ വന്നേക്കുന്നത്. ചൈൽഡ് കമ്പാനിയൻ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഇപ്പോൾ ചൈനയിലൊക്കെ പാരൻസിന് കുട്ടികളുടെ കൂടെ പാരൻറ്റിങ്ങിന് ടൈം കിട്ടാതെ വരുന്നുണ്ട്. കാരണം അവർ ബിസിയാണ്, ടു ബിസി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം കുട്ടികളെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് തന്നെയല്ലേ നാനിയുടെ ജോലിയെന്ന്. അല്ല, നാനിയുടെ കുറച്ചും കൂടി ഒരു ഗ്ലോറിഫൈഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈവൻ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഈ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കംപ്ലീറ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് അവരുടെ ആക്ച്വൽ പാരൻസ് ആയിരിക്കും. എന്നാൽ ഇവർക്ക് ജനിക്കുന്ന, അതായത് ആ വെൽത്തി പാരൻസിന് ജനിക്കുന്ന കുട്ടികളുടെ പാരൻ്റായി ആക്ട് ചെയ്യുന്നത് മറ്റവരാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അറിയാം ഇത് യഥാർത്ഥ അച്ഛനോ അമ്മയോ അല്ല എന്നുള്ളത്. പക്ഷേ അവരായിരിക്കും കുട്ടികളെ ഇപ്പം സ്കൂളിൽ കൊണ്ടുവിടുന്നതും സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ടോ, അവരുടെ പ്രൊജക്ട്സും അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യുന്നുണ്ടോ, ഇനി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ അച്ഛനും അമ്മയോടൊക്കെ കാര്യങ്ങൾ പറയില്ലേ, അവർക്കൊന്നും കേൾക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അത് ഈ ചൈൽഡ് കമ്പാനിയൻ എന്ന പേരുള്ള ഈ പറയുന്ന ഡമ്മി പാരൻസ് ആണ് ഈ സംഭവം ചെയ്യുന്നത്. ഇവരെ ചൈൽഡ് കമ്പാനിയൻസ് എന്നാണ് ഇപ്പം വിളിക്കുന്നത്. ഒരു സോർട്ട് ഓഫ് ഗ്ലോറിഫൈഡ് പോസ്റ്റ് ആണ്, പക്ഷേ നല്ല പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ. കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ടവരല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഒത്തിരി ആൾക്കാർ ഇപ്പം അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നും, പക്ഷേ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.